ഓം ശാന്തി. ഞാൻ ആത്മാവ് നെറ്റിത്തടത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. ദിവ്യ പ്രകാശ ബിന്ദുവാണ് ഞാൻ. വജ്രത്തെ പോലെ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ഭ്രൂമധ്യത്തിൽ ഭൃകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ ഞാൻ ആത്മാവാകുന്ന രാജാവ് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പഞ്ചതത്വങ്ങളുടെ ശരീരത്തെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. വേറിട്ട ഒരു ദിവ്യ പ്രകാശമാണ് ഞാൻ. ഞാൻ ആത്മാവാകുന്ന ജ്യോതിർബിന്ദു ഇപ്പോൾ ഈ വിനാശി ശരീരത്തിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് കടക്കുകയാണ്. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഭാരരഹിതമാണ്. ദിവ്യപ്രകാശമായ ഞാൻ ഇപ്പോൾ വളരെ സഹജമായി മുകളിലേക്ക് പറക്കുന്നു. ഉയർന്നുയർന്ന് ആകാശതത്വവും മറികടന്ന് സൂക്ഷ്മവദനവും കടന്ന് ഞാൻ എൻ്റെ സ്വദേശമായ ശാന്തിയുടെ ദേശത്തിലെത്തിയിരിക്കുകയാണ്. ആത്മാവാകുന്ന എൻ്റെ സ്വന്തം വീട് ആത്മാവാകുന്ന എൻ്റെ വിശ്രമസ്ഥാനം ഞാൻ ആത്മാവിവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ബന്ധനങ്ങളൊന്നും തന്നെ എനിക്കിവിടെയില്ല. ഞാൻ ആത്മാവാകുന്ന പ്രകാശം പ്രകാശത്തിൻ്റെ വീട്ടിൽ പവിത്രതയുടെയും ശാന്തിയുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലു ഭാഗത്തു നിന്നും വരുന്ന ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്.
ഗഹനമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. ശാന്തി കൊണ്ട് സമ്പന്നമായ ഞാൻ ഇപ്പോൾ ശാന്തി നക്ഷത്രമാണ്. ഞാനിതാ ശാന്തി സാഗരമായ ശിവബാബയുടെ സമീപത്തേക്ക് കുതിക്കുകയാണ്. ശാന്തി സാഗരമായ പരം ജ്യോതിയായ ശിവബാബയുടെ വളരെ സമീപത്ത് ഞാൻ എത്തിയിരിക്കുന്നു. അനുഭവം ചെയ്യൂ ശിവബാബയുടെ സാമീപ്യത്തെ. ബാബയുമായുള്ള മിലനത്തെ. ബാബയിൽ നിന്ന് വരുന്ന അളവറ്റ പ്രകാശകിരണങ്ങളെ, ശാന്തിയുടെ തരംഗങ്ങളെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവിപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിലാണ്. നിരാകാരി സ്വരൂപത്തിലാണ്. ബാബയിൽ നിന്ന് വരുന്ന ഗുണങ്ങളും ശക്തികളുടെയും കിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലുന്നു. ഓരോ ഗുണങ്ങളെയും ഞാൻ അനുഭവം ചെയ്യുകയാണ്. ബാബ പവിത്രതയുടെ സാഗരമാണ്. ബാബയുടെ പവിത്ര കിരണങ്ങളെ സ്വീകരിക്കുന്ന ഞാൻ ആത്മാവ് ബാബയ്ക്ക് സമാനം മാസ്റ്റർ പവിത്രതാ സാഗരമായിരിക്കുന്നു. എന്നിൽ നിന്ന് പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. എൻ്റെ മനോബുദ്ധി സംസ്കാരങ്ങളിൽ പവിത്രതയുടെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആത്മാ പവിത്രതയുടെ സ്വരൂപമാണ്. ശിവബാബ സ്നേഹത്തിൻ്റെ സാഗരം ആത്മാവാകുന്ന എന്നിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ നിറയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ കിരണങ്ങളെ സ്വയം തൻ്റെ ഉള്ളിൽ നിറയുന്നതായി അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവാകുന്ന പ്രകാശം സ്നേഹത്തിൻ്റെ എനർജി കൊണ്ട് നിറഞ്ഞ്
കിരണങ്ങളെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമാണ്. ശാന്തി സാഗരമായ ബാബയിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ശക്തിയാൽ നിറഞ്ഞ എന്നിൽ നിന്ന് ശാന്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമായിരിക്കുന്നു. ജ്ഞാനസാഗരമാണ് ശിവബാബ. ബാബയുടെ തൊട്ട് സമീപത്തിരിക്കുന്ന ഞാൻ ആത്മാവ് ഇപ്പോൾ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമായിരിക്കുന്നു. ആത്മാവാകുന്ന എന്നിൽ ജ്ഞാനത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. സുഖസാഗരമായ ബാബയിൽ നിന്ന് സുഖത്തിൻ്റെ കിരണങ്ങൾ നിറയുന്ന ഞാൻ ആത്മാവ് മാസ്റ്റർ സുഖസാഗരമാകുന്നു. സുഖത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സുഖസ്വരൂപാത്മാവാണ്. സർവശക്തിവാനായ ശിവബാബയുടെ സമീപത്തിരിക്കുന്ന ഞാൻ സർവശക്തികളും എന്നിൽ നിറയുന്ന അനുഭവം ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ശക്തി സ്വരൂപാത്മാവാണ്. ആനന്ദസാഗരമായ ശിവബാബ തൻ്റെ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിലേക്ക് ചൊരിയുന്നു. ആനന്ദത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഞാനാകുന്ന പ്രകാശത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തി നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നാലു ഭാഗത്തേക്കും വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്.
പരംധാമത്തിൽ ബാബയുടെ സമീപത്ത് ബാബയ്ക്ക് സമാനമായി സർവഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞ് ഞാൻ ആത്മാവ് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിരാകാരി ആത്മാവാണ് ഞാൻ. ബീജസ്വരൂപമാണ് ഞാൻ. അനാദി ആത്മാവാകുന്നു ഞാൻ. സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും സ്വരൂപമാണ് ഞാൻ. പവിത്രതയുടെ സ്വരൂപമാണ് ഞാൻ. പരമമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. ഇപ്പോൾ പരംധാമത്തിൽ ആത്മാക്കളുടെ നിരാകാരി വൃക്ഷത്തെ ഞാൻ കാണുന്നു. സ്വർണ്ണച്ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ കോടാനുകോടി വെളുത്ത സൂക്ഷ്മ നക്ഷത്രങ്ങളുടെ നിരാകാരി വൃക്ഷം. വൃക്ഷത്തിൻ്റെ വേരിലായി ശിവബാബയും ബ്രഹ്മബാബയും മമ്മയും അതിനോടൊപ്പം തന്നെ ഞാൻ ആത്മാവും ഇരിക്കുകയാണ്. തല കീഴായ ഈ നിരാകാരി വൃക്ഷത്തിൽ വേരിന് തൊട്ടു താഴെയായി ദേവതാധർമ്മത്തിലുള്ള ആത്മാക്കളിരിക്കുകയാണ്. അതിനു താഴെയായി ശാഖകളായി മറ്റനേകം ധർമ്മത്തിലെ ആത്മാക്കൾ പ്രകാശബിന്ദുക്കളായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവ് എൻ്റെ ശക്തിശാലി സ്വരൂപത്തിലാണ്. ഒറിജിനൽ സ്വരൂപത്തിലാണ്. സമ്പൂർണ്ണ സ്വരൂപത്തിലാണ്. ഇപ്പോൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന് പവിത്രതയുടെ വെളുത്ത പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ശിവബാബയിൽ നിന്നും ബ്രഹ്മബാബയിൽ നിന്നും മമ്മയിൽ നിന്നും പവിത്രതയുടെ ശക്തിശാലി പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കളിലേക്കും ഒഴുകുകയാണ്. ഞാൻ കാണുകയാണ് ഈ പ്രകാശകിരണങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിക്കുന്നതായി, സ്പർശിച്ച് ആ ആത്മാവിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി. കോടാനുകോടി ആത്മാക്കൾ ശിവബാബയുടെ പ്രിയ സന്താനങ്ങൾ
എൻ്റെ ആത്മസഹോദരങ്ങൾ, ആ പ്രകാശബിന്ദുക്കളിലേക്ക് പവിത്രതയുടെ ശക്തി, എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആത്മാവും കൂടുതൽ പ്രകാശിക്കുന്നതായി ഞാൻ കാണുന്നു. പവിത്രതയുടെ ശക്തി നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും സമ്പൂർണ്ണ പവിത്രമായി മാറുന്നു. വജ്രം പോലെ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ ശാന്തിയുടെ കിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കൾക്കും ദാനം ചെയ്യുകയാണ്. അനുഭവം ചെയ്യൂ. ശാന്തിയുടെ ശക്തി ആത്മാവാകുന്ന എന്നിൽ നിന്നും, ശിവബാബയിൽ നിന്നും, ബ്രഹ്മബാബയിൽ നിന്നും, മമ്മയിൽ നിന്നും പ്രകാശകിരണങ്ങളായി സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുന്നതായി ശാന്തിയുടെ ഈ പ്രകാശ തരംഗങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിച്ച് അവരിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ശാന്തിയുടെ ശക്തി മുഴുവൻ ആത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും ശാന്തസ്വരൂപരാകുന്നു. ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. ഇപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായ എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ നിരാകാരി വൃക്ഷത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും നിറയുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ എന്നിൽ നിന്ന് പ്രവഹിക്കുന്നതോടൊപ്പം മമ്മ ബാബയിൽ നിന്നും ശിവബാബയിൽ നിന്നും പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകുകയാണ്. കാണൂ, ഓരോ ആത്മാവിനടുത്തേക്കും ശക്തിയുടെ ഈ കിരണങ്ങൾ ചെല്ലുന്നു, അവരെ സ്പർശിക്കുന്നു, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ശക്തിയുടെ അനുഭൂതി സർവാത്മാക്കളും ചെയ്യുകയാണ്. എല്ലാ ആത്മാക്കളും ശക്തിശാലികളായി മാറുന്നു. ശക്തിയുടെ കിരണങ്ങൾ അവരിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളും ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്നു. ഇപ്പോൾ
ആത്മാവാകുന്ന എന്നിൽ നിന്നും, മമ്മ ബാബയിൽ നിന്നും ശിവബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ പ്രകമ്പനങ്ങളായി നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുകയാണ്. സർവാത്മാക്കളും സ്നേഹത്തിൻ്റെ ഈ ശക്തിയെ, പ്രകാശത്തെ സ്വീകരിക്കുകയാണ്. ആത്മാവിനുള്ളിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഓരോ ആത്മാവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഓരോ ആത്മാവും സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറിയിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമായിരിക്കുന്നു. ഇപ്പോൾ സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ കിരണങ്ങൾ അനാദി ആത്മാവായ എന്നിൽ നിന്ന് നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ നിരാകാരാത്മാക്കളിലേക്കും പ്രവഹിക്കുന്നു. ഓരോ ആത്മാവും ഈ സുഖത്തിൻ്റെ കിരണങ്ങളെ അനുഭവം ചെയ്യുകയാണ്. ഓരോ പ്രകാശബിന്ദു ആത്മാവും ഈ സന്തോഷത്തിൻ്റെ പ്രകാശം, ശക്തിയെ സ്വീകരിച്ച് സന്തുഷ്ട ആത്മാവായി, സംതൃപ്ത ആത്മാവായി മാറുകയാണ്. ഞാൻ സർവാത്മാക്കളെയും അവരുടെ സംതൃപ്ത സ്വരൂപത്തിൽ, സുഖസ്വരൂപത്തിൽ കാണുന്നു. സർവാത്മാക്കളും സുഖസ്വരൂപത്തിലാണ്. ബാബ് സമാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ഇപ്പോൾ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന്, നിരാകാര ആത്മാവിൽ നിന്ന് നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ പ്രകാശബിന്ദു ആത്മാക്കളിലേക്കും പ്രവഹിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തമായ തരംഗങ്ങൾ ഓരോ ജ്യോതിർബിന്ദു ആത്മാവിലേക്കും കടന്നു ചെല്ലുന്നു. നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളും ഇപ്പോൾ ആനന്ദത്തിൻ്റെ അനുഭൂതിയിലാണ്. എല്ലാവരിൽ നിന്നും ആനന്ദത്തിൻ്റെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്.
ആനന്ദസ്വരൂപാത്മാക്കളാണ്. ബാബ് സമാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്. ഏതുപോലെ ശിവബാബ പരം ജ്യോതി അതിശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു, അതുപോലെ ഞാൻ ആത്മാവും ഈ സൃഷ്ടിയിലെ മറ്റെല്ലാ ആത്മാക്കളും ഇപ്പോൾ നിരാകാരി വൃക്ഷത്തിൽ വളരെ മനോഹരമായി, വളരെ ശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ആത്മാക്കളും അവരുടെ സമ്പൂർണ്ണ പവിത്രമായ അവസ്ഥയിൽ, സദോ പ്രധാന അവസ്ഥയിൽ ശാന്തസ്വരൂപരായി ശാന്തിധാമമാകുന്ന വീട്ടിൽ ബാബയോടൊപ്പം വളരെ നിശ്ചിന്തമായി സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ബാബയുടെ വളരെ സമീപത്തിരിക്കുന്ന ആത്മാവ്. ഞാനും ഇപ്പോൾ വളരെ നിശ്ചിന്തമാണ്. എൻ്റെ അനാദി സ്വരൂപത്തിൽ എനിക്ക് സൃഷ്ടി നാടകത്തെക്കുറിച്ച് ഒരു സങ്കല്പം പോലുമില്ല. പരമമായ ശാന്തിയുടെ അനുഭവത്തിൽ തീർത്തും നിശ്ചിന്തമായ അവസ്ഥയിൽ ഞാൻ ബാബയോടൊപ്പം പരംധാം നിവാസിയായി എൻ്റെ നിരാകാര സ്വരൂപത്തിലിരിക്കുകയാണ്. അനാദി സ്വരൂപത്തിലിരിക്കുകയാണ്. മറ്റെല്ലാം മറന്ന് ഈ സൃഷ്ടിയാകുന്ന ഡ്രാമ, അതിലേക്ക് ഞാൻ വന്നിട്ടു പോലുമില്ല. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു സ്മൃതി പോലും എൻ്റെ ഉള്ളിലില്ല. ഈ ഒരവസ്ഥയിൽ അല്പസമയം ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിൽ നിന്ന് ശാന്തിധാമത്തിൽ നിന്ന് സാകാര ലോകത്തിലുള്ള 5 തത്വങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു പുറപ്പെടുകയാണ്. താഴെ സാകാര ലോകത്തിലേക്ക് ഞാൻ വരുന്നു. ഞാൻ ദിവ്യ പ്രകാശ ബിന്ദു, ശക്തിശാലി ആത്മാ. ഇപ്പോൾ 5 തത്വങ്ങളുടെ വിനാശി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ഭൃകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ ഞാൻ വീണ്ടും വിരാജമാനായിരിക്കുന്നു. ശരീരത്തിൻ്റെ അധികാരിയായി സർവകർമ്മേന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട്
ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന രഥിയായി, രാജാവായി ഞാനിവിടെ പ്രകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ വിരാജമാനാണ്. എൻ്റെ വീടിൻ്റെ സ്മൃതി, ശാന്തിധാമത്തിൻ്റെ സ്മൃതി, എൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതി, ഈ സ്മൃതിയിലൂടെ ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളിലും ഓരോ ശബ്ദങ്ങളിലും ഗുണങ്ങളുടെ, ശക്തികളുടെ വിശേഷത തീർച്ചയായും ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓം ശാന്തി.